ആദിലെ നൂറയും കൂടെ ഭയങ്കര വഴക്ക് കിടക്കുകയാണ് ലൈവിൽ. ആര്യൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനൊരു പ്രശ്നം കാണിച്ചപ്പോൾ എന്തുകൊണ്ട് ആ സ്പോട്ടിൽ പ്രതികരിച്ചില്ലെന്നുള്ളതാണ് ആദില ചോദിക്കുന്നത്. നമുക്കെതിരെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ അത് വിട്ട് കളയല്ല വേണ്ടത്, അയാൾക്ക് വീണ്ടും ഒരു ചാൻസ് കൊടുക്കുകയല്ല വേണ്ടതെന്ന് ആദില പറയുന്നുണ്ട്. എൻ്റെ അടുത്ത് വന്ന സാധനം ഞാൻ നന്നായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് നൂറ പറയുന്നുണ്ട്. ഞാൻ നല്ല രീതിക്ക് തന്നെയാണ് ഹാൻഡിൽ ചെയ്തത്. ഇനി അങ്ങനെ വന്നാൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് നൂറ ആതിരയോട് വിരളി കൊണ്ട് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു ചാൻസ് കൊടുത്ത് ഇനി വരുമ്പോൾ നോക്കാമെന്ന്. മനസ്സിലായോ? ആതിര അനുമോളോട് പറയാണ്. ഈ കൈൻഡ് ഓഫ് സ്പീക്കിംഗ് നിർത്തിക്കോ, ഇതാണ് പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് നിർത്തിക്കോ. ഭയങ്കര എന്താ പറഞ്ഞേ, ദേഷ്യത്തിലാണ് നൂറ ആതിരയോട് സംസാരിക്കുന്നത്. ഇനി ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ പറയാത്ത രീതിയിലാക്കി നിർത്തരുത്, മനസ്സിലായോ? പോടി വെണ്ണെ നീയെന്ന് ആതില പറയുന്നുണ്ട്. ഇന്ന് മിക്കവാറും രണ്ടുകൂടെ തെറ്റി പിരിയുന്ന ലക്ഷണം എല്ലാം ഉണ്ട്. കാണിച്ചു തരാമെന്ന് നൂറ പറയുന്നു. അപ്പോൾ പറയാം നീ പോയി കാണിച്ചു തന്നാ എന്ന് ആതില പറയുന്നു. ഇങ്ങോട്ട് വന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോഴേ കേട്ടോണ്ടിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് ആതില അനുമോളോട് പറയുന്നുണ്ട്. ഇങ്ങോട്ട് പറഞ്ഞാൽ അങ്ങോട്ടും പറയുമെന്ന് ആതില പറയുന്നു. നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്താണ് എന്ന് അനുമോൾ ചോദിക്കുന്നുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ മാറുമെന്ന് ആതില പറയുന്നു. അത് എപ്പോഴും മാറണമെന്നില്ല, മാറുമെന്ന് വിചാരിച്ചാൽ. അനുമോൾ പറയാണ് എല്ലാവരുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും മോളെ. അപ്പം ആതില പറയാണ്, എനിക്കറിയാം ഇങ്ങനൊരു ഇൻസിഡൻറ്റ് കഫേയിൽ വെച്ച് എനിക്ക് മുന്നേ ഉണ്ടായിട്ടുള്ളതാണ്. അപ്പോഴേക്കും നൂറ ഊഞ്ഞാലിരുന്നിട്ട് ഇത് കേട്ടിട്ട് പറയാണ്, ഞാൻ എങ്ങനെ ഇതിന് റിയാക്ട് ചെയ്യുന്നത്, ഞാൻ എൻ്റെ ടാസ്ക് ചെയ്യുകയായിരുന്നു. ഇത് എൻ്റെ ടാസ്ക് നടക്കുന്ന സമയത്ത് ഞാൻ എന്ത് റിയാക്ട് ചെയ്യണമെന്നാണ് പറയുന്നത്, എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തോ ഉദ്ദേശിക്കുന്നത്, ഇങ്ങനെയുള്ള വർത്തമാനങ്ങൾ പറയരുത്. ഞാൻ എൻ്റെ ടാസ്കിനകത്ത് കോൺസെൻട്രേറ്റ് ചെയ്ത് നിന്ന സമയത്താണ് ഈ സംഭവം നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് നൂറ ഭയങ്കരമായിട്ട് ദേഷിക്കുകയാണ്. അപ്പോഴത്തേനും ആതിരയ്ക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് ആതിര കരയുന്നുണ്ട്. പിന്നെ അന്നേരം കരഞ്ഞു. അനുമോട് പറഞ്ഞു, നിനക്ക് എന്തിനാ കരച്ചിൽ വരുന്നത്? അപ്പോൾ പറയുന്നുണ്ട്, അത് അവൾ എന്നോട് അങ്ങനെ റിയാക്ട് ചെയ്തുകൊണ്ട് മാത്രമാണ്, ഈ സംഭവത്തിനല്ല ഞാൻ കരയുന്നത്. ഈ സംഭവം എന്തുകൊണ്ട് അത് അന്നേരം തന്നെ ഇത് ടാസ്ക് കഴിഞ്ഞ സമയത്ത് ഇതിനെപ്പറ്റി സംസാരിക്കണമായിരുന്നു. അതാണ് ആതിര ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവർ രണ്ടുപേരൂടെ ഭയങ്കരമായിട്ട് തർക്കം നടക്കുകയാണ്. അപ്പോൾ അനുമോൾ ഇതിൻ്റെ ഇടയ്ക്കിരുന്ന് ചിരിക്കുന്നുണ്ട്. അപ്പോൾ ചിരിച്ചപ്പോൾ പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ ഇത് കണ്ടിട്ട് ചെറിയ പിള്ളേർ വഴക്കിടുന്ന പോലെ എനിക്ക് തോന്നുന്നു പറഞ്ഞിട്ട് അനുമോൾ ചിരിക്കുന്നുണ്ട്. ആതിര അനുമോളോട് പറയണം, നീ കെട്ടുമല്ലോ എന്നെങ്കിലും നിൻ്റെ കെട്ടിയവനുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ ഞാൻ ഇടയ്ക്ക് വന്നിരുന്നിട്ട് ഇതുപോലെ ചിരിക്കും. അപ്പം നിനക്ക് മനസ്സിലാവും ഇതിൻ്റെ വിഷമം എന്തുവാണെന്ന്.